ഹാപ്പി ക്രിസ്മസ്. വെൽക്കം ടു അവർ ക്രിസ്മസ് വ്ലോഗ്. അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. അപ്പൊ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ്. ഞങ്ങളിത് ഒറ്റ തവണയായിട്ട് മേടിച്ച സാധനങ്ങളല്ല, 2-3 വർഷമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഡെക്കറേറ്റ് ചെയ്തതാണ് കേട്ടോ. രാത്രി ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇവിടെ അടുത്തൊരു ചെറിയൊരു ക്രിബ് വെച്ചിട്ടുണ്ട്, കുറെ ഗിഫ്റ്റ് ബോക്സസ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യം വാങ്ങിച്ച കുറച്ച് ഡെക്കറേറ്റംസ് ആണ് ഇത്, സാന്റാക്ലോസ് ട്രീ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് 3 പേരും കൂടെ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തൊക്കെ കണ്ടിട്ടോ. നന്നൂസിന്റെ ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നന്നിന് ഇവിടെ അതേപോലെ വേണോന്ന് പറഞ്ഞിട്ട് നന്നു തന്നെ പേപ്പറിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതി ഞങ്ങൾ 3 പേരും ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എടുത്ത് ഞങ്ങള് മറ്റേ ഫോറം മാളിലെ മിനിസയിൽ പോയിട്ട് 3 പേരും സെപ്പറേറ്റ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങി. അപ്പൊ നമ്മൾ ഇന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അണ്ട ചെയ്യാൻ പോണേ. നമുക്ക് ചെയ്താലോ? അപ്പൊ എല്ലാവരും വിചാരിക്കും ഇത് എങ്ങനെ നന്നൂസ് ഗിഫ്റ്റ് മേടിച്ചെന്ന്. അപ്പൊ ചെന്നപ്പോ തന്നെ ഞങ്ങൾ ആ കടയില് ബില്ലടിക്കണ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നു മേടിക്കണം ഞങ്ങൾ കാണിക്കണ്ട, അത് ഇട്ടിട്ട് എമൗണ്ട് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് നന്നു ഗിഫ്റ്റ് മേടിച്ചേട്ടോ. അപ്പൊ ഇനി ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാ, നന്നു എക്സ്ചേഞ്ച് ചെയ്യാ. ഫസ്റ്റ് ഞാൻ തന്നെ ഉണ്ടോ കൊടുക്കണത്, എന്റെ ഗിഫ്റ്റ് ആണ്, എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആര്യ. തുറന്നോക്ക് തുറന്നോക്ക് തുറന്നോക്ക്. ഇഷ്ടപ്പെട്ട? വീഡിയോയിൽ ഇഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ട? ഇല്ല, ശരിക്കും ഇഷ്ടമായില്ലേ. വലിയ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഇനി സെക്കൻഡ് ആര്യ കൊടുക്കൂ. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ്? തുറന്നോക്ക് തുറന്നോക്ക് തുറന്നോക്ക്. ചിരി എവിടെ? എന്ത് സാധനമാണ്? എല്ലാം തുറക്ക. എന്താ കൊറേ ഉണ്ട്. ഇതെന്താ ബോക്സാ? ഗിഫ്റ്റ് ബോക്സാ? യൂണിക്കോൺ റെയിൻബോ ആണ് നന്നുവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഒരു പൗച്ചും നന്നുവിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ യൂണിക്കോൺ റെയിൻബോന്റെ ബോക്സ് കാണിച്ചു കൊടുക്കുവാന്. ഇഷ്ടപ്പെട്ടാ? അതിന്റെ അന്നുവിന്റെ ക്രിസ്മസ് ഫ്രണ്ട്. താങ്ക് യു. ഇത് നന്നുവിന് വേണ്ട ഗിഫ്റ്റ് ആണ്. ക്രിസ്മസ് ഗിഫ്റ്റ്. ബുക്ക് ഡയറി ഉണ്ട്. സൂപ്പർ സൂപ്പർ. ഒരു നോട്ട് പാഡും ഉണ്ട്. നോട്ട് പാഡ് അല്ല, സ്റ്റിക്കർ അല്ലേ? ഇത് ഞാൻ യൂസ് ചെയ്യണ സാധനമാണ്. ഡയറി ഞാൻ യൂസ് ചെയ്യണ. അതും കൊള്ളാം. എന്താ ഗിഫ്റ്റ് മേടിച്ച പപ്പക്ക് കാര്യം എന്താ? ഇതെന്താണ് സൂപ്പർ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. ഇത് ഇനി തനിക്ക് കളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഗിഫ്റ്റ് മേടിച്ചത്? ഞാൻ തരൂല്ലട്ടോ, ഇത് എന്റെ കേട്ടാ. ഇടയ്ക്ക് ഇത് ചോദിച്ചു വരരുത്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മൈ ക്രിസ്മസ് ഫ്രണ്ട്സ്. ഇതെന്താ പരിപാടി? ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ എല്ലാ വീട്ടിലെയും പോലെ തന്നെ ഇവിടെ ബ്രെഡും ബീഫ് സ്റ്റൂ ആണ്, പിന്നെ പാലപ്പത്തിനും കൂടി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, അടുക്കളയിലോട്ട്. അപ്പൊ നമ്മള് ബീഫ് സ്റ്റൂവിന് വേണ്ട എല്ലാ സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്പൈസസ് ഇടാം. ബീഫ് സ്റ്റൂ വെക്കുന്ന എങ്ങനെയാണെന്നൊന്നും ആരോടും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് അറിയാം. പക്ഷെ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നതുണ്ടല്ലോ, എന്റെ പഴയ കുക്കിംഗ് ചാനലാണ് കേട്ടോ. ലോക ദുരന്തമായിരുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കണേ. ഒടുക്കത്തെ പണിയും ഒരു വ്യൂസും ഇല്ലായിരുന്നു. ഇത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സവാള ഇടാണേ. എങ്ങനെയുണ്ട് എന്റെ ഡ്രസ്സ്? ക്രിസ്മസ് തീമിന്റെ ഡ്രസ്സ് ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഇഷ്ടമായിരുന്നു എനിക്ക്. ഞാൻ വെബ്സൈറ്റിൽ എടുക്കാം കേട്ടോ. ഞാനിതെന്തായിട്ടേക്കണെന്ന് അറിയോ, ഇന്നലെ ഞങ്ങൾ 3 പേരും കൂടി കുറച്ച് ക്രിസ്മസിന്റെ ഫോട്ടോസ് എടുത്തായിരുന്നു. അതിന് വേണ്ടി ഇട്ടതാട്ടത്. ഞങ്ങളിപ്പോൾ ക്രിസ്മസിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നോക്കിയിരിക്കുകയാണ്. എഡിച്ച് നമ്മളെ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ലൈറ്റ്സ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ ബീഫ് സ്റ്റൂവിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫ് സ്റ്റൂ എൻ്റെ അമ്മയുടെ കേട്ടോ. അടിപൊളിയായിട്ട് വെക്കും. മുക്കത്ത് ഇങ്ങനെ കുറച്ച് നെയ്യൊക്കെ വരില്ലേ, അതേപോലെയൊക്കെ ഉണ്ടാക്കി. ഞാൻ ഇതുവരെ അതിലും നല്ല സ്റ്റൂ കഴിച്ചിട്ടില്ല. പിന്നെ അരിപ്പയിലെ സ്റ്റൂ എനിക്കിഷ്ടമാണ്. അതേപോലെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അതേപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഏറ്റവും പരാജയപ്പെട്ടേക്കുന്ന ഡിഷ് ഏതാണെന്ന്
ഇപ്പോഴും സെറ്റ് ആവാത്ത ഡിഷ് ഏതാന്ന് എബിച്ചറിയോ? അതേ ഡിഷാണ്. ഏതാണ് ഇന്നത് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞോട്. അയ്യോ അതേതായിരുന്നു? അതേ ഡിഷാ? മലയാളികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം സാമ്പാർ. അയ്യോ സാമ്പാറുണ്ടെങ്കിൽ ലോക തോൽവിയാണ് കേട്ടാ. പല രീതിയിലും പല കുക്കിംഗ് ചാനൽ നോക്കി ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കറിയാമല്ലോ അത് ഇതുവരെ എനിക്ക് സെറ്റ് ആയിട്ടില്ല. അവസാനം ഞങ്ങൾ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കൽ നിർത്തിന്ന് തന്നെ പറയാട്ടോ. പക്ഷെ ഞാൻ തീരെ മോശമില്ലാത്തൊരു കുക്കല്ലേ അല്ലേ? എങ്ങനെയാണ് എന്റെ പാചകം? അടിപൊളിയായിട്ട് ഉണ്ടാക്കും. നോൺ വെജ് ഒക്കെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും. അതെനിക്ക് ഇതുപോലുള്ള നമ്മളുടെ സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം സെറ്റ് ആവാറില്ല. ഇങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ ഉച്ചക്ക് നമ്മള് ബിരിയാണിയാണ് വെക്കാന്നൊക്കെ വിചാരിച്ചത്. പിന്നെ എൻ്റെ ഈ ഒരു 7ാം മാസത്തെ കൊണ്ട് കുറച്ച് പരിഗണനയൊക്കെ തന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ലഭിച്ചെന്റെ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പൊ രാവിലത്തെ പണി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാ നമ്മുടെ സവാള അധികം സോട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ എടുത്ത് വാരി വിതറുക. കൂടുതൽ ഞാൻ വെറുപ്പിക്കണില്ല, നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കണമെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ. അപ്പൊ ഇതാ നമ്മുടെ സ്റ്റൂവിന്റെ ഫൈനൽ സെക്ഷനിലോട്ട് നമ്മൾ എത്തിയിട്ട് ഇനി ഒരു സാധനം കൂടി ഞാൻ ഇടാറുണ്ട്, കാഷ്യൂനട്ട് പേസ്റ്റ്. നമ്മുടെ സ്റ്റൂ ഒന്നും കൂടെ കുറുകാനായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യണ. ചിലവർ മൈദ ഇടാറുണ്ട്, കോൺഫ്ലോർ ഒക്കെ ഇടാറുണ്ട്. ഞാൻ കാഷ്യൂനട്ടാണ് ഇടാറുള്ളത്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. എവിടെ ക്രിസ്മസ് വ്ളോഗ്? എവിടെ എന്തേ ക്രിസ്മസ് വ്ളോഗ് ഇന്നലെ ഒന്ന് ഞങ്ങൾക്ക് വ്ളോഗിങ് ഇനിയും പഠിക്കേണ്ടിയിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സ് വന്ന്. അപ്പൊ അവരായിട്ട് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എനിക്ക് തോന്നുന്നു കേക്ക് കട്ടിയണ സമയത്ത് എങ്ങനെ എബിച്ചനെ കേക്ക് ഉച്ചക്ക് ലഞ്ച് കഴിക്കണ സമയത്തും പെട്ടെന്ന് കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വീഡിയോ എടുത്ത് കേക്ക് കട്ട് ചെയ്യണത് ഫോട്ടോയും വീഡിയോ എടുത്താണത്. വ്ളോഗിന് വേണ്ടി അല്ല, സാധാരണ പോലെ എടുത്താണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് അവര് കുറച്ച് ഡാൻസ് ഒക്കെ പഠിച്ചു. പിന്നെ അവരോട് കുറെ നേരം സംസാരിച്ചിരുന്നു. അപ്പൊ എന്റെ 2 ഫ്രണ്ട്സ് ആയാലും ഒരാൾ ദുബായിലുള്ളതായിരുന്നേ. എന്നോട് പറയാണ്ട് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കയറി വന്നപ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് അവരോട് കുറെ നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് കസിൻസ് വന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ 11:45 എപ്പോഴാണ് നമ്മൾ വ്ളോഗ് എടുത്തില്ലെന്നുള്ള കാര്യം നമ്മൾ ഓർത്തത്. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. സന്തോഷമായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഓടി കളിയും എല്ലായിരുന്നു. നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ പറ്റാത്തതിൽ ഒരു ചെറിയൊരു വിഷമത്തിലിരിക്കാൻ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് മോർണിംഗ് വ്ളോഗായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ ഇതില് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നൈക്കേന്ന് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായത് തുറന്നിട്ടില്ല. അതെങ്കിലും ഒന്ന് അൺബോക്സ് ചെയ്ത് അതെങ്കിലും കാണിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇതെന്താ കത്രി എടുത്തു തരും. ഒരു കത്രി എടുത്തു തരുമോ? എന്ത് സാധനമാണ് ഇത്? ചോക്ലേറ്റ് വെട്ടി പോലെ ഒന്നല്ല, മാസിന്റെ ബോംബ് എഴുതി വെച്ചേക്കാൻ. പയ്യെ ഇതാക്ക്. മാസിന്റെ ഐഷാഡോ പാലറ്റ് എൻ്റെ ഇല്ലാത്തൊരു സാധനം. ഇതിൽ ചെറിയൊരു പാലറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്ത് കളർ ഡ്രസ് ഇട്ടാലും ഇടാൻ പറ്റിയൊരു ഐഷാഡോ. വാട്ടർ കളർ പോലെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടും. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ റിമൂവ് ചെയ്യണ കോട്ടൺ പാഡ്സ്. ബില്ലൊക്കെ ലാസ്റ്റ് നോക്കാം. ബില്ല് നമ്മൾ നോക്കരുതെന്നാ.
കുറച്ച് നാളെ ഇത് വന്നിരിക്കണം, അതുകൊണ്ട് തന്നെ മറന്നു. ഇത് നമുക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയ സാധനമാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കിട്ടിയത് മറ്റേ ഐഷാഡോ പാലറ്റ് തന്നെ ഇങ്ങനെ ഷിമ്മറിങ് ആയിട്ടുള്ള കണ്ണൊക്കെ ഇങ്ങനെ തിളങ്ങും. ഇത് ഫ്രീ ബി ആണേ. പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായ ഒരു നിക്സിൻ്റെ അടിപൊളി ലിപ്സ്റ്റിക് ആയിരുന്നു, അത് കാണാതെ പോയിട്ട് ഞാൻ പിന്നെയും രണ്ടാമത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മേബലിൻ്റെ കൺസീലറാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരെണ്ണം ഇതിൻ്റെ 2 വന്നേക്കണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓർഡർ ചെയ്തെന്താന്ന് ഓർമ്മയില്ല. ഇത് ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ് കേട്ടോ സത്യം. ഇത് മസ്കാരയാണ്, നമ്മുടെ ഹൈപ്പർ കേൾ എന്ന് പറഞ്ഞാൽ മേബിലിൻ്റെ മസ്കാര. ഫ്രീ ആണ് അതൊക്കെ. ഇത് നമ്മൾ കുറേ റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് നമ്മുടെ എക്സ്ഫോളിയേറ്റർ ഇല്ലേ, ബോഡി സ്ക്രബാണ് ഡൗവിൻ്റെ. ഇത് എന്താ ഫ്ലേവർ? മാംഗോയും ബദാമും കൂടിയുള്ള. അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അതുകൊണ്ട് ഇതിനൊന്നുമില്ല, വെറുതെ പേപ്പറ ഇത്രയും പേപ്പർ ഇതിനൊന്നുമില്ല. ഇതൊരു ബ്രഷ്, ഐഷാഡോ ബ്രഷ് കഴിഞ്ഞു. ഇത്രയും മേടിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയ പെട്ടിയുണ്ടപ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചല്ലേ. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ. അപ്പം നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇനി അടുത്ത വ്ളോഗ് ഇങ്ങനെ ആയിരിക്കില്ല, ഇത് ഞങ്ങളൊരു പാഠമായിട്ട് എടുത്ത് അടുത്ത വ്ളോഗ് നല്ല സൂപ്പറായിട്ട് കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചെയ്യണം, കാരണം എന്തായാലും നമ്മൾ വ്ളോഗ്സൊക്കെ ഇടും കേട്ടോ. ഞാൻ അടിപൊളി വ്ളോഗ്സൊക്കെ ആയിരിക്കും വരാൻ പോണത്. ബൈ.